അനസ്. നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗായകൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഏതാണ്? എല്ലാം പടയത്തുള്ള എന്നൊരു ഗാനം ദാസേട്ടൻ പാടിയ. അതെ അല്ലേ? ദാസേട്ടൻ പാടുന്നതിന് മുമ്പ് ഈ പാട്ട് വേറെ ആരെങ്കിലും ഓഡിയോ ഇതിൽ പാടിയിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ശരിക്കും മൈലാഞ്ചി പാട്ടുകളിൽ അല്ലേ? ദാസേട്ടന്റെ തരംഗിണി ദാസേട്ടന്റെ പാട്ടായിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ദാസേട്ടൻ അനശ്വരമാക്കിയ ആ പ്രിയപ്പെട്ട ഗാനം നമുക്ക് വേണ്ടി അനസിൽ നിന്ന് കേൾക്കാം. പടയത്തുള്ള ഹല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലജലാലായ തമ്പുരാനേ എല്ലാം പടയത്തുള്ള ഹല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലജലാലായ തമ്പുരാനേ നിന്നിൽ ശുക്റുതുന്ന് കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു. വല്ലാത്തതാണല്ല നിന്റെ കുതിരത്ത് വല്ലായ്മ നീക്കിത്ത ഈ ലോകത്ത് എൻ കൊതി തീർത്ത് ഹീദായത്തി എന്നെ ചേർക്ക്. മഹമൂദിൻ റൗളയിൽ എത്തിക്കാനും ദിനവും ഹക്കായ നാഥ ഞാൻ തേടിയിടുന്നു. തേട്ടം കബൂലാക്ക് ഖേദമെല്ലാം തീർക്ക് തേങ്ങുന്നോരൻ കൽബിനെ നീ തുണയ്ക്ക് എന്നും നേട്ടങ്ങളെ സലാമത്താക്ക്. എല്ലാം പടയത്തുള്ള ഹല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലജലാലായ തമ്പുരാനേ എല്ലാം പടയത്തുള്ള ഹല്ലാക്കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എന്റെ ജലജലാലായ തമ്പുരാനേ. യാ അല്ലാഹു
അനസ് എന്ത് തോന്നി അനസിന്? അനസ് ഇത് പഠിച്ചിട്ടാണോ പാടിയത് ശരിക്ക് ബൈ ഹാർട്ട്, അല്ലെങ്കിൽ അനസിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും? ടെൻഷൻ മറന്നുപോയി. എന്തിനാ ടെൻഷൻ? ഏറ്റവും നല്ല ഗായകരിൽ ഒരാളാണ്. മൈലാഞ്ചിയുടെ ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗായകരിൽ ഒരാളാണ് അനസ്. പിന്നെ എന്ത് പറ്റി അങ്ങനെ ടെൻഷൻ? എന്തോ കുഴപ്പമില്ല. ഷെരീഫ് ജി എന്താ പറ്റിയ അനസേ? ഇങ്ങനെ ഞാൻ വറിയായിട്ട് കണ്ടിട്ടില്ല. അനസിനെ കണ്ടിട്ടേ ഇല്ല നമ്മളിങ്ങനെ അല്ലേ? ആ, കഴിഞ്ഞ തവണക്ക് എന്ത് കിടിലായിട്ട് പാടിയതാ. ഇന്ന് സത്യം പറഞ്ഞ പാട്ട് നന്നായിട്ട് പാടി, പക്ഷെ എല്ലായിടത്തും ഓർഡർ തെറ്റിച്ചു. ഫസ്റ്റ് യാ അല്ലാഹു പാടിയില്ല, രണ്ടാമത് പാടിയപ്പോൾ അത് ശരിക്കും കറക്റ്റ് മെഷറിൽ വന്നില്ല, മൂന്നാമതും അത് തന്നെ സംഭവിച്ചു. അതുപോലെ വാക്കുകളൊക്കെ പകുതിക്ക് മുറിച്ച് പാടുക, ഹിദായത്തി ലെന്നെ ചേർക്കുന്നു പാടുക, അതുപോലെ എന്താണ് ഖേദമേ ലാം തീർക്കുന്നു പാടുക. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എല്ലാം പടയത്തുള്ള ആ എല്ലായിടത്തും ഭയങ്കര സംഗതികളൊക്കെ. ആ സംഗതി എത്ര ഒന്നും പാടേണ്ട ആവശ്യമില്ല, കാരണം ഭക്തി വിട്ടു അന്നേരം. എല്ലാം പടയത്തുള്ള ഹല്ലാക്കൂടയോ അത്രയല്ലേ ഉള്ളൂ. ഹല്ലാക്കൂടയോനെ എല്ലാവർക്കും അതെന്താ സംഭവം അറിയോ? അതില്ലാത്താണ്. പക്ഷെ ഷെരീഫ് ജി ചിലപ്പോ അങ്ങനെ പാടിച്ചല്ലോ, അങ്ങനെ പാടാൻ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് പുള്ളി പാടിയ മൊത്തം വറിയായിപ്പി. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല, ഉഗ്രനായിട്ട് പാടണം കേട്ടോ. തീർച്ചയായും. ഓക്കെ ഓക്കെ. എന്തു പറ്റി? സാധാരണ അനസിന് ഇങ്ങനെ പറ്റാറില്ല, അതാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഈ വാക്കുകൾ മുറിച്ച് പാടിയത്, ഖേദ മേ പിന്നെല്ലാം പിന്നെ വരിക. ജല്ല ജലാലായ അവിടെ ശരിക്കും ഔട്ടായിട്ടുണ്ട്. കൈനീട്ടുന്നു വളരെ ഈസി ആയിട്ടുള്ളൊരു പാട്ടാണല്ലത്. പിന്നെ നാദൃശ ചോദിച്ചല്ലോ എന്നോട്, ഇത് ആരാ ഇതിന് സംഗീതം? ഇത് ട്രഡീഷണൽ ട്യൂണാണിത്. ഇത് ആദ്യം പാടിയത് ശരിക്ക് വിളയിൽ വത്സലയാണ്, പിന്നെയാണ് ഫസീലായത്. രചന വാപ്പുവള്ളി പറമ്പാണ്. ഇതൊന്ന് ഇത് അതേപോലെ ഒന്നും ഞാൻ ട്രഡീഷണൽ ഏത് ട്യൂണെന്ന് വന്നെന്ന് പറഞ്ഞു വായിച്ചോളൂ, റിതം വായിച്ചോളൂ. നീ കൊണ്ട് പയ്യല് തീരായത്തിൽ ഒത്തൊരു വീത്ത് കളിച്ചും കൊണ്ട് ഒരുവൻ കുറ്റൊരു വാക്കു ഞാൻ തെറ്റിടാതെ ഒയ്യേ നീ കൊണ്ട് പയ്യല് തീരായത്തിൽ ഒത്തൊരു വീത്ത് കളിച്ചും കൊണ്ട് ഒരുവൻ കുറ്റൊരു വാക്കു ഞാൻ തെറ്റിടാതെ. ഇത് ശരിക്ക് സിനിമയിൽ വന്ന ബാബുരാജ് തന്നെയാണ് ഇത് പാടിയത്. ഓളവും തിരവും തന്നെ സിനിമയിലുണ്ട്. നീ പാടുമ്പോൾ നീ മത്സരം ഇങ്ങനെ ടൈറ്റായി വരികയാണ്. ഓക്കെ. സിന്ധു, രണ്ട് ജഡ്ജസിന്റെയും കമന്റ് കേട്ടിട്ട് അതിലും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനസ് അല്ലെ? കുഴപ്പമില്ല, നമ്മൾക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല. അനസ് നന്നായിട്ട് പാടുന്ന ആളാണ്, നല്ലൊരു വോയിസിന്റെ ഉടമയാണ്. നമുക്ക് ചിലപ്പം നമ്മൾ പ്രതീക്ഷമാരി ആ ദിവസം ഇന്നിവിടെ ആ സ്റ്റേജിൽ പാടാൻ സാധിച്ചെന്ന് വരില്ല അല്ലേ? എന്തു പറ്റിയെന്ന് വളരെ ടെൻസ്ഡ് ആയത്? അറിയില്ല, ലിറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയപ്പോഴേ. ഞാനും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മാഷും ഷെരീഫും പറഞ്ഞ സംഗതികൾ തന്നെയാണ്. എന്താ വെച്ചാൽ അനസ് നന്നായിട്ട് പാടുന്ന ഒരു ഗായകനാണ്, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. എന്തായാലും അടുത്ത പ്രാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക.